പുതിയ സാങ്കേതികവിദ്യകളും സൈബർ ആക്രമണങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പുതിയ സാങ്കേതികവിദ്യകൾ അതിവേഗം വളരുമ്പോൾ സൈബർ ആക്രമണങ്ങളുടെ ഭീഷണിയും വർദ്ധിക്കുന്നു. ഈ മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ സുരക്ഷയെ ബാധിക്കുമെന്നും ഇതിനെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണമെന്നും നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, യാത്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ സാങ്കേതികവിദ്യകൾ പുതിയ സാധ്യതകൾ തുറക്കുന്നു. എന്നാൽ ഇവ സൈബർ കുറ്റവാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ പുതിയ സാങ്കേതികവിദ്യയും അതിന്റേതായ സുരക്ഷാ പ്രശ്നങ്ങളുമായാണ് വരുന്നത്. ഉപകരണങ്ങളിലെ സുരക്ഷാ വീഴ്ചകൾ, ഉപയോഗിച്ചുള്ള ഫിഷിംഗ് ആക്രമണങ്ങൾ, ബ്ലോക്ക് ചെയിൻ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ എന്നിവയെല്ലാം ഗൗരവമായി കാണേണ്ടതുണ്ട്. ഓരോ വ്യക്തിയും സ്ഥാപനവും സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക, സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുക, സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് സൈബർ സുരക്ഷാ പരിശീലനം നൽകണം. സുരക്ഷാ പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിക്കണം. ഒരു സൈബർ ആക്രമണം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചും ധാരണയുണ്ടായിരിക്കണം. പുതിയ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മൾട്ടിഫാക്ടർ ഓതന്റിക്കേഷൻ ഉപയോഗിക്കുക, എൻഡ്-ടു-എൻഡ് എൻക്രിപ്ഷൻ ഉപയോഗിക്കുക, സുരക്ഷാ ഓഡിറ്റുകൾ നടത്തുക എന്നിവയെല്ലാം പ്രധാനമാണ്. സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സഹായം തേടുന്നത് വളരെ നല്ലതാണ്. അവർക്ക് നിങ്ങളുടെ സിസ്റ്റം സുരക്ഷിതമാക്കാനും പുതിയ ഭീഷണികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും സാധിക്കും. സൈബർ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങളുടെ സ്ഥാപനത്തെയും വ്യക്തിഗത വിവരങ്ങളെയും സംരക്ഷിക്കാനും ഉടൻ തന്നെ സൈബർ സുരക്ഷാ കോഴ്സുകളിൽ ചേരുക. സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ലോകത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.